നല്ല മത്തി കിട്ടി. അത് ഞാനെടുത്ത് മത്തി ചാറ് കറി വയ്ക്കാവുന്നത്. പരിഞ്ഞിലുള്ള മത്തിയായിരുന്നു. ഞാൻ വെട്ടി കഴുകി വെച്ചേക്കുവാണ്. നമ്മൾ കഷ്ണമാക്കട്ടെ. മീനെ കഷ്ണമാക്കി ഇനി അതിന് വേണ്ട സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക്, ഒരു സവോള. ചെറിയ ഉള്ളിയാണ് വേണ്ടത്, പക്ഷെങ്കിൽ ഇതാകുമ്പോൾ എളുപ്പമെന്നുണ്ടല്ലോ അരിയാനും ഒക്കെ. പിന്നെ കരിയാപ്പല. പൊടികൾ: മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉലുവാപ്പൊടിയാണ്. പിന്നെ മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത്. മീൻ ചട്ടി അടുപ്പ് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടാവും. നമുക്കിനി അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞ് വെച്ച ഉള്ളിയൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. നമുക്കിനി പൊടികളെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, ഉപ്പ് പിന്നിടാം. ഒന്ന് ഇളക്കട്ടെ. ഈ പച്ചമുളക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ പുളിവെള്ളമേ ഈ പുളിവെള്ളം ഇതിനകത്ത് ഒഴിക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം ഇതിനകത്തോട്ട്. ഞാൻ ഈ മീനെടുത്തിന് ഈ ചട്ടി എടുത്ത് അടുപ്പേ കൊണ്ടുവയ്ക്കാൻ പോവാണ്. അടുപ്പേ തീയത്തിരുന്ന് വേവട്ടെ. നല്ല തീയുണ്ട് അടുപ്പേ, അതുകൊണ്ട് അടുപ്പേ വെച്ച്. ഇനി ഇച്ചിരി ഇത് കരിയാപ്പല അതുകൂടെ അല്പം ഇടാം. നമുക്ക് ഇനി തിളക്കട്ടെ. നല്ലതായിട്ട് തിളച്ചിട്ട് നമുക്ക് കഷ്ണം പെറുക്കിയിടാം. മുളക് ഇട്ട് തിളച്ചേ നമുക്ക് കഷ്ണം ഇതിനകത്ത് കുടഞ്ഞിടാം. ഇത് പറ്റട്ടെ. അടച്ച് വയ്ക്കാം നമുക്ക്. മീൻ തിളച്ച് ഇനി ഇത് വേവട്ടെ. എന്ത് പറ്റട്ടെ. ഇനി മീൻകറി നല്ലതായിട്ട് കുറുകി പറ്റിയിട്ടുണ്ട്. തണുക്കുമ്പോൾ ഒന്നുകൂടെ ചാറിന് കൊഴുപ്പ് വരും. അടിപൊളി മീൻകറി റെഡിയായിട്ടുണ്ട്. ഈ മീൻ കൂട്ടാൻ മാത്രം മതി നമുക്ക് ചോറിന്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. മത്തി പരിഞ്ഞിലുള്ള മത്തി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഓക്കേ.